റിമ കല്ലിങ്കലും പൃഥ്വിരാജിന്റെ ഭാര്യയും തമ്മിൽ ഇനിയാണ് കളി. ഈ അടുത്ത ദിവസമാണ് റിമ കല്ലിങ്കലും മഞ്ജു വാര്യറും പാർവതിയും അഞ്ജലി മേനോനും അങ്ങനെ കുറെ പേർ ചേർന്ന് സിനിമാ നടിമാരുടെ ഒരു സംഘടന രൂപീകരിച്ചതും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വാചാലരായതും. കളക്റ്റീവ് വുമൺ എന്നാണ് സംഘടനയുടെ പേര്. തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. താരസംഘടനയായ അമ്മ അറിയാതെയാണ് ഈ സംഘടന തുടങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ കളക്റ്റീവ് വുമണിലെ മഞ്ജു വാര്യർ അടക്കമുള്ള നടിമാരുടെ അവസരം കുറഞ്ഞെന്നുമൊക്കെ കേൾക്കുമ്പോഴാണ് നടൻ പൃഥ്വിരാജിന്റെ ഭാര്യയും മാധ്യമപ്രവർത്തകയുമായ സുപ്രിയ ഹാഷ്ടാഗ് ഇട്ടത് നടന്മാരെക്കുറിച്ച്. 60 വയസ്സു കഴിഞ്ഞ നടന്മാർക്ക് 18നും 20നും ഇടയിൽ പ്രായമുള്ള നായികമാർ വേണമെന്നും 60 വയസ്സുള്ള നായകന് അമ്മയായി 30 മുതൽ 50 വരെ പ്രായമുള്ളവരെ മതിയെന്നുമെല്ലാമായിരുന്നു. ഹാഷ്ടാഗിൽ റീമ കുറിച്ചപ്പോൾ നടി പാർവതി താൻ അഭിനയിച്ച് വിജയിപ്പിച്ച ടേക്ക് ഓഫിന് കിട്ടിയ പ്രതിഫലം അതിൽ ഒന്നും ചെയ്യാതിരുന്ന നായകന്മാരെക്കാൾ കുറവായിരുന്നുവെന്ന് പറയുന്നു. റീമയും മഞ്ജുവും അഭിനയിച്ച ആഷിഖ് അബുവിന്റെ പത്മപ്രിയയുടെ ഗതി എന്തായിരുന്നു? ഒന്നുമാകാത്തവരുടെ ജൽപ്പനം മാത്രമായി മാറും ഇതെല്ലാം. നിങ്ങൾ സംഘടന ഉണ്ടാക്കിയതുകൊണ്ട് ഏത് 20 വയസ്സ് നടിയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകേഷിനും രജനിക്കും കമലഹാസനും നായികയെ വരാതിരിക്കുക? പണി കുറവായതുകൊണ്ട് ഇപ്പോൾ ഇതൊരു പണിയായി, അല്ലാതെന്ത്? ഫിലിം കോർട്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ 1,00,000 കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ? എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോർട്ട്.